ഹായ്, സിനിമാ കാഴ്ച എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. മമ്മൂട്ടിയുടെ സിനിമകളെ മാക്സിമം പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു ചാനലാണ്. മമ്മൂട്ടി എന്ത് ചെയ്താലും ഗംഭീരം എന്ന് പറയുന്ന ഒരു ചാനൽ. മുൻപ് കളങ്കാവൽ എന്ന സിനിമയെ എന്റർടൈൻമെന്റ് കിഴി മോശം പറഞ്ഞു എന്നതിന്റെ പേരിൽ അവരെ എയറിൽ കയറ്റാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സിനിമാ കാഴ്ച എന്ന ചാനൽ. ഇപ്പോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചത്താ പച്ച എന്ന സിനിമ തിയേറ്ററുകളിൽ വന്നു. പല ആൾക്കാരും സിനിമയെക്കുറിച്ച് റിവ്യൂവും ചെയ്തു. ഇതിൽ മിക്ക ആൾക്കാരും പറഞ്ഞ കാര്യം സിനിമ നല്ലതാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് വളരെ മോശം, ദുരന്തം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന കുറച്ച് മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള ആരാധകരുടെ ചാനൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി ദുരന്തമായി എന്നുള്ളത് തന്നെയാണ്. ആ കൂട്ടത്തിൽ പെടുന്ന രണ്ട് ചാനലുകളാണ്, ഒന്ന് കിഴി ചാനലും മറ്റൊന്ന് അശ്വന്ത് കോക്കിന്റെ ചാനലും. അപ്പോ ഇവർ രണ്ടുപേരും മമ്മൂട്ടിയെക്കുറിച്ച് മോശം പറഞ്ഞത് പുള്ളിക്കങ്ങ് ഇഷ്ടമായില്ല. അതായത് ഈ സിനിമാ കാഴ്ച എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് താല്പര്യമായില്ല. ഇപ്പോൾ ഈ സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനൽ പറയുന്നു അവർ വീണ്ടും എയറിലാണ്. ആര്? ഈ പറയുന്ന അശ്വന്ത് കോക്കും കിഴി ചാനലും എയറിലാണ് എന്നാണ് ഈ സിനിമാ കാഴ്ച പറയുന്നത്. ശരിക്കും ആരാണ് എയറിൽ? അവരാണോ അതോ മമ്മൂട്ടിയാണോ? മമ്മൂക്ക വളരെ മികച്ച ഒരു നടനാണ്, അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. പക്ഷെ ചത്താ പച്ച എന്ന സിനിമയിൽ മമ്മൂട്ടി ലോക തോൽവിയായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. വളരെ മോശമായി പോയി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് ഡയലോഗ് ഡെലിവറി മുതൽ അദ്ദേഹത്തിനെ പറ്റിയ പരിപാടിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് ഈ പറയുന്ന കോക്കിന്റെയോ കിഴി ചാനലിന്റെയോ മാത്രം അഭിപ്രായമല്ല. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അതിൽ ഒരു മാറ്റമില്ല. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിയെ ഈ സിനിമയിൽ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതായത് മമ്മൂട്ടിയാണ് ഈ സിനിമയിൽ മോശമായി തോന്നിയത് എന്നുള്ള ഒരു തരത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന സിനിമാ കാഴ്ചയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ആള് മമ്മൂട്ടിയുടെ കട്ട ആരാധകനാണ്, അന്തം ഫാനാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വാളും എടുത്തു വരും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് ബബ്ബ എന്ന സിനിമയിൽ മോഹൻലാൽ മോശമായി എന്നുള്ള തരത്തിൽ ഇവരെല്ലാവരും പറഞ്ഞതാണ്. അതായത് അശ്വന്ത് കോക്കും ഈ പറയുന്ന എന്റർടൈൻമെന്റ് കിഴിയും ഈ മമ്മൂട്ടി മോശമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ മുൻപ് മോഹൻലാലും മോശമായി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്ന സിനിമാ കാഴ്ച പറഞ്ഞത് അതെ, മോഹൻലാൽ മോശമായി, മോഹൻലാലിന് എന്തിന്റെ കേടാണ്, ഒരാവശ്യവുമില്ല, ഇത്തരം ദുരന്ത പടങ്ങളിൽ എന്തിനാണ് ഈ ചങ്ങാതി അഭിനയിക്കുന്നത്, ഈ ചങ്ങാതി ഇപ്പോൾ എയറിലാണ് എന്ന് പറഞ്ഞ ടീമാണ്. ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് അത് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുന്നില്ല, അത് അംഗീകരിക്കില്ല. കാരണം മമ്മൂട്ടി ഓൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞാൽ അത് സഹിക്കില്ല. പുള്ളി പറയുന്നത് സിനിമയെക്കുറിച്ച് ആര് മോശം പറഞ്ഞാലും സിനിമ വിജയിക്കുക തന്നെ ചെയ്യും, തിയേറ്ററുകളിൽ വമ്പൻ ബുക്കിംഗ് ആണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അതിന് സിനിമയെക്കുറിച്ച് ആരാണ് മോശം പറഞ്ഞത്? ഈ പറഞ്ഞ കിഴി ചാനലും അശ്വന്ത് കോക്കും സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. സിനിമ നല്ലതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ മമ്മൂട്ടി മോശമാണ് എന്ന് പറഞ്ഞു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടിയുടെ വിഗ് മോശമായിരുന്നു, മമ്മൂട്ടിയുടെ ഡ്രസ്സിങ് മോശമായിരുന്നു, ഡയലോഗ് ഡെലിവറി സത്യം പറഞ്ഞാൽ സങ്കടമായി പോയി. മമ്മൂട്ടിയിൽ നിന്നും ആ ഒരു രീതി നമ്മൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ വയ്യ എന്നുള്ളതും സത്യമാണ്. മമ്മൂട്ടിക്ക് തീരെ വയ്യ, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് അവരുടെ ചാനലിലൂടെ അവർ പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാൻ ഈ സിനിമാ കാഴ്ച തയ്യാറല്ല. ആള് പറയുന്നത് ഇത് ശരിയല്ല, അശ്വന്ത് കോക്കും ഈ പറയുന്ന കിഴി ചാനലും മമ്മൂട്ടിയെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ്. മോഹൻലാലിനെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പുള്ളി ഹാപ്പി. എന്നാൽ മമ്മൂട്ടിയെ പറഞ്ഞാൽ പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. സത്യമായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയൂ, അതായത് പ്രേക്ഷകരുടെ അഭിപ്രായം. ഈ പുള്ളി അന്തം ഫാനാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് മമ്മൂട്ടിയുടെ അന്തം ഫാനാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. പുള്ളിക്ക് വേറെയും ചാനലുകളുണ്ട്. പുള്ളി എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെയും സപ്പോർട്ടറായി മാറിയത് എന്നും അറിയാം. ശരി, അതെന്തോ ആവട്ടെ. ഈ ചത്താ പച്ച എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു എന്നുള്ളത് നിങ്ങൾ സത്യസന്ധമായി പറയണം. അവിടെ ഗംഭീര അടി നടക്കുന്നു, മമ്മൂട്ടി വരുന്നു, ഓക്കെ. അതിനുശേഷമുള്ള ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ ചിരിയല്ല, സങ്കടമാണ് വന്നത്. ഇത്രയും വലിയൊരു മഹാനടനെ ഒരു കോമഡി പീസാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അടിയുടെ അടിയിൽ അനാവശ്യമായിട്ട് എന്തൊക്കെയോ ഡയലോഗ്, അങ്ങനെയല്ലടാ, ഇങ്ങനെ അടിക്കി, അങ്ങനെ അടിക്കി, ഷോ ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതേ സംഭവം തന്നെയാണ് ഈ പറയുന്ന കോക്കും കിഴിയും പറഞ്ഞത്. അത് കേട്ട് സഹിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് പുള്ളി വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് ഞാനും വീഡിയോ ചെയ്യുന്നു. എന്തായാലും സിനിമയെക്കുറിച്ച് ഒരാൾ മോശം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമ വിജയിക്കും. പക്ഷെ മമ്മൂട്ടി ട്രോളുകൾ ഏറ്റുവാങ്ങും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ സിനിമാ കാഴ്ച പറഞ്ഞതുപോലെ അശ്വന്ത് കോക്കോ അതുപോലെ കിഴി ചാനലോ ഒന്നും എയറിലല്ല. ഈ പറയുന്ന മമ്മൂക്കയാണ് ഇപ്പോൾ എയറിൽ നിൽക്കുന്നത്. ഒരാവശ്യവുമില്ലാതെ ചെയ്ത ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.